നിങ്ങൾക്ക് സ്വയം വിഷാദം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കരുണയില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ പ്രകൃതം ഇതാണ്. നിങ്ങൾ സ്വയം വിഷാദം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അളവിൽ തീവ്രമായ ചിന്തകളും വികാരങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ തെറ്റായ ദിശയിലേക്കാണെന്ന് മാത്രം. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും വളരെ ശക്തമായ ചിന്തകളും വികാരങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷാദത്തിലാകാൻ സാധിക്കില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചിന്തകളും വികാരങ്ങളുമാണ് സൃഷ്ടിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾക്ക് സ്വയം വിഷാദമുണ്ടാക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് തന്നെ ഒരു മാനസിക രോഗം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായ അസുഖം ഉണ്ടാകണം, അങ്ങനെയുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വയം സൃഷ്ടിക്കുന്നവയാണ്, അധികവും സ്വയം സൃഷ്ടിക്കുന്നവയാണ്. കുറച്ചു പേർക്ക് വൈദ്യശാസ്ത്രപരമായ അസുഖമുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്നും വരുന്നതാണ്, ജനിതകവും മറ്റു കാരണങ്ങളും കൊണ്ട്. ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ ആളുകളും അവരെ നാം ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താ പ്രക്രിയയിലേക്കും വികാരങ്ങളിലേക്കും പരിശീലിപ്പിച്ച് പുറമെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അല്പം തള്ളിവിട്ടാൽ ഏതാണ്ട് എല്ലാവർക്കും അവരുടെ മാനസിക നില തെറ്റും. അവർ വൈദ്യശാസ്ത്രപരമായ അസുഖമുള്ളവരാകും. അവരെ ഭ്രാന്തിലേക്ക് തള്ളിവിടാനാകുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വിഭ്രാന്തിയും സമചിത്തതയും തമ്മിലുള്ള വര വളരെ നേരിയതാണ്. ആളുകൾ എപ്പോഴും അത് തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു, നിങ്ങൾ വര തള്ളുകയാണ്. അതൊരു നേരിയ വരയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ വര തള്ളുകയാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ആരോടെങ്കിലും ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും ഭ്രാന്ത് പിടിക്കുകയല്ല, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഭ്രാന്ത് പിടിക്കാനാവില്ല. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിസ്ഥിരതയെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമചിത്തതയുടെ അതിരുകളിൽ നിന്നും വിഭ്രാന്തിയിലേക്ക് കുറച്ചു സമയം പോയി തിരിച്ചു വരികയാണ്. നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. എല്ലാ ദിവസവും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം. ഒരു ദിവസം 10 മിനിറ്റ് ആരോടെങ്കിലും തീവ്രമായി ദേഷ്യം പിടിക്കുക. നിങ്ങൾക്ക് കാണാനാകും 3 മാസം കൊണ്ട് നിങ്ങൾ വൈദ്യശാസ്ത്രപരമായി അവിടെ എത്തും. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. കാരണം നിങ്ങൾ ആ വര തള്ളിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ വിഭ്രാന്തിയിലായി തിരിച്ചു വന്നു, നിങ്ങൾ വിഭ്രാന്തിയിലായി തിരിച്ചു വന്നു. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാനാകില്ല, അത്രയേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാനായില്ല, അപ്പോൾ നിങ്ങൾ ക്ലിനിക്കലി അസുഖമുള്ളയാളാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്ക് പോലുമെങ്കിലും ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ അസുഖബാധിതനായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരിക്കാം. നിങ്ങൾ കൈവിട്ടു പോയി എന്നവർ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു തന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ പോവുകയാണ്, ശരിയല്ലേ? കലിതുള്ളുക എന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആളുകളോട് ദേഷ്യം പിടിക്കുന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആരുടെയെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടി വിഷാദത്തിലാവുക എന്നത് നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാനാകില്ല. എല്ലാ ദിവസവും വര കടന്നുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാനാകില്ല എന്ന് കാണാനാകും. ആ ദിവസം നിങ്ങൾക്കൊരു ഡോക്ടറെ വേണം. അതുവരെ എല്ലാവർക്കും നിങ്ങളിൽ നിന്നും സ്വസ്ഥത വേണം. എന്നാൽ നിങ്ങൾക്ക് തിരിച്ചു വരാനാകാത്ത ദിവസം അവർക്ക് സ്വസ്ഥത കിട്ടി. കാരണം അവർക്ക് നിങ്ങളെ പിടിച്ചൊരു ഡോക്ടറെ എടുത്തുകൊണ്ട് നിന്നാക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും പല സമയങ്ങളിൽ നിങ്ങൾക്ക് താൽക്കാലികമായി ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കാൻ സാധിക്കില്ല. അവർക്ക് നിങ്ങളെ സഹിക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും വൈദ്യശാസ്ത്രപരമായ അസുഖമുണ്ടായാൽ നിങ്ങളെ അങ്ങ് കൈമാറാം. തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട്, നിങ്ങൾക്കറിയില്ലേ? അവർ നിങ്ങളെ ചങ്ങലക്കിട്ട് വെക്കും.
അവിടെ ആശുപത്രി ഒന്നുമില്ല. മാനസികമായ അസുഖങ്ങൾക്ക് അവിടെ ആശുപത്രിയില്ല. അവിടെ ആരോ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമുണ്ട്. ആളുകളെ തിരിച്ച് ബുദ്ധിസ്ഥിരതയിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ കുടുംബങ്ങൾ അവരെ അവിടെ വെച്ച് പോകും. അവരെ ചങ്ങലക്കിട്ട് ക്ഷേത്രത്തിനുള്ളിലാക്കി പോകും. അവർക്ക് കുറച്ച് പണം കൊടുത്താൽ അവർ ഭക്ഷണം കൊടുക്കും. പിന്നെ നിങ്ങളൊരു മൃഗത്തെ പോലെയാണ്, ചങ്ങലക്കിട്ട്. എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലുകളും ഇങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കില്ല എന്നാണ്. അവർ അവരുടെ സമചിത്തത നിലനിർത്തും. ഇപ്പോൾ അത് ഒരുപാട് ഡീലക്സ് ആണ്. നിങ്ങൾ ആശുപത്രികൾ വളരെയധികം സുഖസൗകര്യങ്ങൾ ഉള്ളതാക്കിയാൽ അത് അസുഖമുണ്ടാകാൻ ഒരു പ്രചോദനമാണ്. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ അസുഖമുണ്ടാകാൻ പല പ്രചോദനങ്ങളുമുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് പരമാവധി ശ്രദ്ധ കിട്ടിയത് നിങ്ങൾക്ക് അസുഖമുള്ളപ്പോഴായിരുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടായപ്പോൾ അവർ നിങ്ങൾക്ക് നേരെ ബഹളം വെച്ചു. നിങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിയപ്പോൾ അവർ നിങ്ങൾക്ക് നേരെ ബഹളം വെച്ചു. മുതിർന്നവർ നിങ്ങളൊരു കുട്ടിയായിരിക്കുമ്പോൾ ശാരീരിക അസുഖങ്ങൾ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ശ്രദ്ധ കിട്ടും. പിന്നെ ആ ദിവസം സ്കൂളിൽ പോകണ്ട. അപ്പോൾ നിങ്ങൾ ശാരീരിക അസുഖം ഉണ്ടാകുന്ന കല പഠിച്ചു. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾ മാനസികമായ അസുഖമുണ്ടാക്കുന്ന കല പഠിച്ചു. കാരണം നിങ്ങളൊരു മൂലയിൽ ചെന്ന് സങ്കടപ്പെട്ടിരുന്നാൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കളി കളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. ആ ദിവസം നിങ്ങൾക്ക് വൈദ്യശാസ്ത്രപരമായ അസുഖം ബാധിച്ചു. നിർഭാഗ്യവശാൽ പലതരത്തിലും, ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മാത്രമല്ല, പലതരത്തിലും ഞാൻ പറയും, ഈ ഭൂമിയിലെ 70% അസുഖങ്ങളും എല്ലാ തരത്തിലുള്ളതും സ്വയം സൃഷ്ടിച്ചവയാണ്. നിങ്ങൾക്കൊരു പകർച്ചവ്യാധി വന്നാലും ഒരു വഴിയുണ്ട്. നിങ്ങൾ ശാരീരികമായും മാനസികമായും നിങ്ങളെ തന്നെ ഒരു രീതിയിൽ വെച്ചാൽ വൈറസുകളും ബാക്ടീരിയകളും മറ്റൊരാളിൽ പ്രവർത്തിക്കുന്ന അതേ രീതിയിലായിരിക്കില്ല പ്രവർത്തിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഇതുപോലെ വെച്ചാൽ എന്തു തന്നെ സംഭവിച്ചാലും, എന്തു തന്നെയായാലും എനിക്ക് പോയി അതും ഇതും ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നും ഞാൻ വിടുതൽ നേടില്ല. കഴിഞ്ഞ 29 വർഷങ്ങളിൽ എനിക്കൊരു പനിയുള്ളതുകൊണ്ടോ ജലദോഷമുള്ളതുകൊണ്ടോ അതോ ഇതോ ഉള്ളതുകൊണ്ടോ ഇതുവരെ ഒരു പരിപാടി പോലും ഉപേക്ഷിച്ചിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നത് വിഷയമല്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കതിൽ നിന്നും ഒളിച്ചോടാനാകില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധത ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് അത്തരത്തിലുള്ള ആളായിരിക്കാം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാനാകും നിങ്ങൾക്ക് എപ്പോഴും അസുഖം പിടിപെടില്ല എന്ന്. കാരണം നിങ്ങൾക്കൊരു ചെറിയ പനി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. വേനൽക്കാലം ആണെങ്കിലും നിങ്ങൾ പോകണം, അല്ലേ? അല്ല, ഒരുപാട് ആളുകൾ പോവില്ല. പുറത്ത് ചൂട് അധികമാണെങ്കിൽ അവർ ജോലിക്ക് പോവില്ല. പുറത്ത് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോവില്ല. അല്പം മഴയുണ്ടെങ്കിൽ, അല്പം മഞ്ഞ് വീണാൽ അവർ ജോലിക്കായി പോകില്ല. ഇത് കാലാവസ്ഥ മാത്രമാണ്. അപ്പോൾ കാലാവസ്ഥ മാറുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു പുതപ്പെടുത്ത് പുതച്ചു മൂടി കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളിത് സൃഷ്ടിച്ചാൽ നിങ്ങളുടെ ശരീരം എപ്പോഴും അസുഖമുണ്ടാക്കാൻ പഠിക്കും. എന്തു വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇതിനെ ഇതുപോലെ വെച്ചാൽ എന്തു തന്നെയായാലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ശരീരം ഏറ്റവും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് കാണാനാകും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ആരോഗ്യത്തിന് വേണ്ട സാഹചര്യങ്ങളും ആരോഗ്യത്തിന് വേണ്ട പ്രേരണകളും സൃഷ്ടിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. അസുഖത്തിനായി പ്രേരണകൾ സൃഷ്ടിക്കരുത്. കുട്ടിക്ക് അസുഖമുണ്ടെങ്കിൽ ദൂരെ നിന്ന് നിരീക്ഷിക്കുക, പോയി കെട്ടിപ്പിടിക്കരുത്. ഇത് ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് എന്ന് അവൻ അറിയണം. അപ്പോൾ എങ്ങനെ അതിൽ നിന്നും പുറത്തു വരാമെന്നും അവൻ അറിയും. അവൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവന് ഏറ്റവും നല്ല ശ്രദ്ധ കൊടുക്കുക. അവൻ സ്വാഭാവികമായി തന്നെ ഉള്ളിൽ നിന്ന് പഠിക്കുമെന്ന് നിങ്ങൾക്ക് കാണാനാകും. അവൻ്റെ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് മൂല്യമുള്ളതെന്നും അസുഖമുണ്ടാകുന്നതുകൊണ്ട് ഗുണമില്ലെന്നും അവൻ പഠിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവശാസ്ത്രത്തിനോടും നിങ്ങളുടെ കെമിസ്ട്രിയോടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടും വ്യക്തമാക്കിയാൽ
ആളുകൾ ഇപ്പോൾ അസുഖബാധിതർ ആവുന്നത് പോലെ അവർക്ക് അസുഖം പിടിപെടില്ല എന്ന് നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾക്ക് വേണ്ടി ഇക്കാര്യം ഉറപ്പിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾക്ക് മനസ്സ് ഇങ്ങോട്ട് തിരിക്കാനാകുമെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങോട്ടും തിരിക്കാനാകും. അല്ല, ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എന്നെ ശകാരിച്ചതുകൊണ്ടാണ്. ഇത്രയധികം വിവരക്കേടുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനും അറിയാം, ശരിയല്ലേ? സമയമായിരിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കണം. മാനസികമായി, ശാരീരികമായി, രസതന്ത്രപരമായി, ഊർജപരമായി അസുഖബാധിതനാകുന്നതും ദുഃഖത്തോടെ ഇരിക്കുന്നതും വിഷാദത്തോടെ ഇരിക്കുന്നതും മൂല്യമുള്ളതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് മൂല്യമില്ല. സന്തോഷത്തോടെ ഇരിക്കുന്നതും പരമാനന്ദം അനുഭവിക്കുന്നതിനും മൂല്യമുണ്ട്. ഈ ഒരു കാര്യം എല്ലാവരോടും ഉള്ളിൽ നിങ്ങൾ വ്യക്തമാക്കിയാൽ അവർ വേണ്ട രീതിയിൽ പെരുമാറിക്കൊള്ളും.